തിരിച്ചും കിസ് ചെയ്യുന്നത് മര്യാദയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. വാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഡോജെ തിരിഞ്ഞു നടക്കും. എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കും സേഗി. ഡോജയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനി അതിന്റെ ആവശ്യമില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഇവള് പറയുന്നുണ്ട് എനിക്ക് കോംപ്ലിക്കേറ്റഡ് ഇമോഷൻസ് ഒക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേനും അവനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ചെന്ന് കഴിയുമ്പം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സേഗി ചോദിക്കും. എനിക്കൊന്നും പറയാനില്ല. ഇയാൾ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഡോജെ പറയും. ഇത് കേൾക്കുമ്പോൾ സേഗിക്കാകെ ദേഷ്യമാവും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഡോജയുടെ മെസ്സേജിന് വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്യും. അവൻ അയക്കത്തില്ല. അങ്ങനെ ഇവൾ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കും. പിറ്റേ ദിവസം രാവിലെയും മെസ്സേജിന് റിപ്ലൈ വന്നിട്ടില്ല. ഭൂമി എടുത്ത് സേഗി ചോദിക്കും ഒരാൾ കിസ് ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ചില്ലെന്ന് പ്രിറ്റൻഡ് ചെയ്താൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന്. അപ്പൊ അയാൾക്ക് അതിന് താല്പര്യമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം എന്ന് ഭൂമി പറയും. എന്നിട്ട് ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, നമ്മളിങ്ങനെ ശ്രിമ്പ് കഴിക്കുന്ന കൂട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ കളിയായിട്ട് ഭൂമി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഡേറ്റ് ചെയ്യുകയാണെന്ന് തിരിച്ച് തമാശയായിട്ട് സേഗിയും ചോദിക്കും. ഏയ് നമ്മുടെ റിലേഷൻ അതിലും ഡീപ്പാണല്ലോ, നമ്മൾ ബിസിനസ് റിലേഷനിലല്ലേ എന്ന് ഭൂമി ചോദിക്കുന്നതന്നെയാണ് എപ്പോഴും ഡോജെ പറയുന്ന വാചകം ഇതാണെന്ന് സേഗി ഓർക്കുന്നത്. അവനപ്പോൾ ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് അവക്ക് കിട്ടുന്ന ഇംപ്രഷൻ. ആറാം ഇൻഹോയുടെ ലഗേജ് എല്ലാം കൊണ്ടുവന്ന് ചർച്ചിലേക്ക് വരും. നീ എന്തിനാണ് ഇങ്ങനെ റിബല്യസ് ആയിട്ട് പെരുമാറുന്നത്? നീ പോന്നെ പിന്നെ അമ്മ കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല, അമ്മയ്ക്ക് വയ്യ, അച്ഛനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നീ വിവരം അറിഞ്ഞേനെ എന്നൊക്കെ പറയും. എന്നാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതെന്ന് ചോദിക്കും. അപ്പൊ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, ഇപ്പൊ ഇനിയിപ്പോ തൽക്കാലം ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് ഇവൻ പറയും. ഈ സമയത്ത് അച്ഛൻ പോലീസ് ഓഫീസറാണ്. അമ്മയെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ വീട്ടിലോട്ട് വന്നേ ഉള്ളൂ, അതിനു മുമ്പേ ഫോൺ കോൾ വരും. അങ്ങനെ അച്ഛൻ വീണ്ടും പോകും. ചുമ്മാ അല്ല ഇൻഹോയും ഇങ്ങനെ ആയത്, രണ്ടുപേർക്കും ഒരേ സ്വഭാവമാണെന്ന് അമ്മ പറയും. ഒരാൾ നമ്മളെ കിസ് ചെയ്തിട്ട് സോറി പറഞ്ഞ എന്താണ് അതിന് അർത്ഥം എന്ന് ഡോജെ യൂഹാന്റെ അടുത്ത് ചോദിക്കും. അവർക്ക് തിരിച്ച് രണ്ട് കാര്യങ്ങളായിരിക്കും കേൾക്കേണ്ടത്. ഒന്നുകിൽ സോറി, അതല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്ന് കേൾക്കാനായിരിക്കും ഇഷ്ടം എന്ന് പറയും. അപ്പോൾ ഡോജെ പറയുന്നത് എനിക്ക് ആദ്യത്തെ കാര്യം പറയാനായിട്ട് താല്പര്യമില്ല, രണ്ടാമത്തേത് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ്. റിലേഷൻഷിപ്പ് അഡ്വൈസ് വേണമെങ്കിൽ എനിക്ക് കോമ്പൻസേഷൻ തരണം, അല്ലാതെ ഞാൻ ഫ്രീ ആയിട്ട് അഡ്വൈസ് ഒന്നും തരത്തില്ല എന്ന് യൂഹാൻ പറയും. എന്നിട്ട് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റിനെ പറ്റി ഓർമ്മിപ്പിക്കും. എനിക്ക് അതിലും സ്കെയറി ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നും പറയും. അപ്പം അമ്മയെ കാണാൻ പോവുകയാണെന്ന് ഡോജയ്ക്ക് മനസ്സിലാവും. അപ്പം അമ്മ എന്തായാലും വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുക്കും. അമ്മ പറയുന്നതൊന്നും വിശ്വസിക്കരുതെന്ന് യൂഹാന്റെ അടുത്ത് പറഞ്ഞാണ് വിടുന്നത്. പിറ്റേ ദിവസം കോസ്റ്റ്യൂം ട്രയൽ ആണ്. ഇവരുടെ ടീം കൊണ്ടുവന്ന് സേഗിയുടെ ഡ്രസ്സ് എല്ലാം ഡയറക്ടറിനെ കാണിക്കും. ഡയറക്ടർ നോക്കിയിട്ട് ചോദിക്കും ഇതെല്ലാം യൂറിയുടെ സെയിം ഡ്രസ്സ് ആണല്ലോ, യൂറി നേരത്തെ ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നല്ലോ എന്ന് പറയും. യൂറി വരുന്നുണ്ട്, യൂറിയും സെയിം ഡ്രസ്സാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഭൂമിക്കും സേഗിക്കും കാര്യം മനസ്സിലാവും. നമ്മുടെ രണ്ടും ടേസ്റ്റ് സെയിം ആണല്ലോ എന്ന് സേഗി ചോദിക്കുന്നുണ്ടേ. അയ്യോ അതങ്ങനെ പറ്റിപ്പോയി, ദേഷ്യമായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ചിട്ട് യൂറി സേഗി എടുത്ത് ക്ഷമ ചോദിക്കും. പക്ഷെ ആരും കാണാതെ സേഗി നോക്കി ഒന്ന് കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂമി അന്നേരം സേഗി എടുത്ത് പറയും നമ്മുടെ സ്റ്റൈൽ ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് ഏതൊക്കെ ഡ്രസ്സാണ് സെലക്ട് ചെയ്തതെന്ന് മനസ്സിലാക്കി അത് തന്നെ ചെയ്തതാണ്, മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ സേഗിക്ക് അത് അറിയാം. അവളിങ്ങനെ നോക്കുന്നുണ്ട്. അവൾക്ക് അന്നേരവും മെസ്സേജിന് റിപ്ലൈ വന്നിട്ടില്ല. ഇഗ്നോർ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിലും അത് നടക്കത്തില്ല. കാരണം ഭൂമി ഉടനെ പറയും പ്രീ പ്ലാൻ ഡേറ്റ് അടുത്ത ദിവസം ഇനിയുണ്ട്, രണ്ടാമത്തേതാണ്, നാളെ ഡോജയുടെ കൂടെ പുറത്തു പോകണം എന്ന് പറയും. ഒളിഞ്ഞും തെളിഞ്ഞും അമ്മ ഡോജയെ പറ്റി ഇങ്ങനെ യൂഹാന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് യൂഹാന് മനസ്സിലാകത്തില്ല. വേറെ എന്തോ ഒരു സീക്രട്ടും കൂടി ഉണ്ട്, അത് കീപ്പ് ചെയ്യണം എന്നായിരിക്കും പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സാലറി കൂട്ടി തരണം എന്ന് യൂഹാൻ പറയും. അപ്പോൾ എനിക്ക് ഡോജയുടെയും സെഗിയുടെയും റിലേഷനിൽ എതിർപ്പൊന്നുമില്ല, അവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ എന്ന് അമ്മ പറയും. പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു മനമാറ്റം എന്ന് യൂഹാന് സംശയമാണ്. അപ്പൊ അവൻ വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പൊ അമ്മ ഇങ്ങനെ പറയും എനിക്ക് സംശയമുണ്ട് അവൻ ഗേ ആണെന്ന്, ഞാൻ ഇതുപോലെ ഒരു ഹൈസ്കൂളറിന്റെ കൂടെ അവനെ കണ്ടു എന്ന് പറയും. അത് സെക്രട്ടറിക്ക് ഒരു ഷോക്കാണ്. ഡോക്ടറിനെ മീറ്റ് ചെയ്തിട്ട് ഡോജെ പറയും എൻ്റെ ഹാർട്ട് ഫ്ലട്ടർ ചെയ്യുന്ന കൂട്ടും എനിക്ക് തോന്നുന്നു, ഒരാളെ മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞാൻ ഒരു നല്ല ബിസിനസ്മാൻ ആയിരുന്നു, ആൾക്കാർക്ക് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ പറയാറുണ്ട്, കാരണം എനിക്ക് ആഗ്രഹമുള്ളത് എങ്കിലേ തിരിച്ചു കിട്ടത്തുള്ളൂ, അങ്ങനെയായിരുന്നു ഞാൻ ഇത്രയും കാലം പൊക്കോണ്ടിരുന്നത്, പക്ഷെ ഇപ്പം എനിക്കത് പറ്റുന്നില്ല എന്ന് പറയും. ഡോക്ടർക്ക് കാര്യം മനസ്സിലാവും. മറ്റേ ആൾക്ക് എന്താണ് കേൾക്കാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഡോജെ പറയുന്നത് ഞാൻ ക്ഷമ ചോദിക്കണം എന്നാണ് അവർക്ക് ആഗ്രഹം എന്നാണ്. അപ്പൊ ഇവൻ തെറ്റിദ്ധരിച്ചേക്കുവാണ്. ഡോജയ്ക്ക് എന്താണോ പറയാൻ ആഗ്രഹം അത് ഒട്ടും പേടിയില്ലാതെ അത് തന്നെ മറ്റേയാളോട് പറയാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ പുതിയൊരു സൈഡ് നമ്മൾ ഡിസ്കവർ ചെയ്യുകയാണ്, അത്ര മാത്രമേ ഉള്ളൂ, അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഡോക്ടർ അടുത്ത് തന്നെ വിദേശത്തേക്ക് പോവുകയാണ്. പിന്നെ ഇനി കുറെ കാലം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. ഇൻഹോ അങ്ങനെ സേറയുടെ വീട്ടിൽ താമസിക്കാനായിട്ട് തുടങ്ങും. ഹൗസ് കീപ്പിങ്ങിന് ആവശ്യമായിട്ട് കുറെ
സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ലിസ്റ്റ് എഴുതി കൊടുക്കും. ഇത്രയും സാധനങ്ങളൊക്കെ വേണമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ട് എല്ലാം ചെയ്ത് ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വേണം എന്ന് പറയും. സേറ എന്നാലും തന്നെ ഇൻഹോയെ വിളിച്ച് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും. ഇപ്പം തന്നെ വേണം എന്നല്ല ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴേ സമയമുള്ളൂ, എനിക്ക് ഫ്രീ ടൈം ഇപ്പോഴേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ബിസി ആവുമെന്ന് പറയും. ചെല്ലുന്നുണ്ടെ ഇവൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ അവിടുത്തെ ലേഡീസ് ഒക്കെ ഇവനെ കാണുന്നുണ്ടെ എന്നാണ് ഇനി ജോലിയിലേക്ക് തിരിച്ചു വരുന്നത്, അന്ന് ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വിൽക്കാനായിട്ട് പറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ നല്ല പോപ്പുലർ ആണെന്ന് സേറയ്ക്ക് മനസ്സിലാവും. എന്നിട്ട് ഇവൻ തിരിച്ചു ചെല്ലുമ്പോൾ ചോദിക്കും, ഇയാൾ നല്ല ഭംഗിയാണെന്ന് സ്വന്തമായിട്ട് അറിയാമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇവൻ തിരുത്തത്തില്ല. ഞാൻ ഹാൻസം ആണെന്നതിനെക്കാട്ടിലും പ്രിറ്റി ആണെന്നാണ് കൂടുതലും കേട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. എൻ്റെ പബ്ലിസിറ്റി അവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ അതായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്ന് ഇൻഹോ പറയും. ഇപ്പൊ ഇയാൾ എൻ്റെ പ്രൈവറ്റ് കമ്മോഡിറ്റി ആണ്, ഞാനാണ് ഇയാൾക്ക് പേ ചെയ്യുന്നത്. ഇയാളുടെ ചിരിക്ക് വരെ കമ്മോഡിറ്റി വാല്യൂ ഉണ്ട്, വേണമെങ്കിൽ അതിന് വരെ പൈസ വാങ്ങിക്കാമെന്ന് ഉടനെ സേറ പറയും. പിന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാനായിട്ട് ഞാൻ പറയുവാണ്, ഇത് ഞാൻ ഇയാളെ കോംപ്ലിമെന്റ് ചെയ്തൊന്നുമല്ല, ഞാനൊന്ന് ഇവാലുവേറ്റ് ചെയ്തതാണ്. എനിക്ക് എന്നെക്കാട്ടി പ്രായം കുറഞ്ഞ ആൾക്കാരിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നടന്നു പോകും. ഇവന് പ്രീസാവാൻ പോവുകയാണ്, പെൺകുട്ടികളിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞതിന് പകരമായിട്ട് ഇപ്പോഴാണ് സേറയ്ക്ക് പറയാൻ പറ്റിയത്. ഡോജ ഇതുവരെ റിപ്ലൈ അയച്ചിട്ടില്ല. അത് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ഭൂമി വേറെ ഡ്രസ്സ് സെലക്ട് ചെയ്യണമല്ലോ, അതിന് കുറച്ച് റെഫറൻസസ് ഒക്കെ കാണിച്ചു കൊടുക്കും. സേഗി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അന്നേരം ഒരു കോള് വരും. അങ്കിളിനാണ് ഡോജയുടെ നമ്പർ ഇവിടെ സേവ് ചെയ്തേക്കുന്നത്. അങ്കിൾ വിളിക്കുന്നെന്ന് ഭൂമി പറയും. സേഗിയുടെ വീടിനടുത്തുള്ള കഫേയിൽ വന്നിരിപ്പുണ്ട്, അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അവിടേക്ക് വരണം എന്ന് ഡോജയെ പറയും. ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ പിറ്റേ ദിവസം അവർക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ ചോദിക്കുന്ന എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇന്റർവ്യൂർ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടുപേരും ഒരുപോലെ വേണം പറയാൻ, അതിന് വേണ്ടിയിട്ട് നേരത്തെ മുൻകൂട്ടി കൊണ്ടുവന്നതാണ്. അതിനാണ് ഇപ്രാവശ്യവും ബിസിനസ് സംസാരിക്കാനാണ് അവൻ വന്നതെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും സേഗിക്ക് പിന്നെയും ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. ശരി, ഞാൻ ഇതൊക്കെ നോക്കി വായിച്ചിട്ടേ നാളെ വരത്തുള്ളൂ. പിന്നെ അവിടെ വെച്ച് സംഭവിച്ചതൊരു മിസ്റ്റേക്കാണ്, അതിൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും രാത്രിയായിട്ട് ബിസിനസ് സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഇവിടെ ഒന്നും വിളിച്ച് വരുത്തേണ്ട കാര്യമൊന്നുമില്ല, ഫോണിൽ കൂടെ വേണമെങ്കിലും പറയാമല്ലോ, അല്ലെങ്കിൽ പകൽ പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവള് പോകാനായിട്ട് തുടങ്ങും. ഇവൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്, പക്ഷേ ഇവളത് കേൾക്കാൻ നിൽക്കത്തില്ല. പിറ്റേ ദിവസം ആദ്യം ഇവരൊരു റെസ്റ്റോറൻറ്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ശ്രിമ്പ് പീൽ ചെയ്ത് കൊടുക്കുന്നത് സേഗി ഇത് കഴിക്കത്തില്ല, ഞാൻ ഡയറ്റിലാണെന്ന് പറയും. അപ്പോൾ ഇവള് ആ തലേദിവസത്തെ ദേഷ്യം മുഴുവൻ ഇങ്ങനെ തീർക്കുകയാണ്. അടുത്തത് ഇവനാണെങ്കിൽ ഇയറിങ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇവള് ക്യാമറ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് ചിരിക്കും. എന്നിട്ട് അവനോട് പറയുന്നത് ഇതൊരു ആക്ട് ആണല്ലോ, ഇയാൾ ഇത്ര എഫേർട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ഡോജെ പറയും, ഇത് ഞാൻ ആക്ട് ചെയ്യുന്നതല്ല, എനിക്ക് ഇയാൾക്ക് ഇത് തരണം എന്നുണ്ടായിരുന്നു, ഇയാൾക്ക് ഇത് നന്നായിട്ട് ചേരും എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ തന്നത്. ഇയാൾക്ക് ഓൾറെഡി ഒരു നെക്ലസ് ഉണ്ട്, അപ്പം അതിനെ റീപ്ലേസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇയറിങ്സ് തന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവർ ഇന്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോഴത്തേക്കിനും ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ ഡോജെ പറയും, ഞാനാണ് പറഞ്ഞത്, ഇത്രയും കൈൻഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ആദ്യം പ്രപ്പോസ് ചെയ്യുമ്പോൾ പറഞ്ഞതെന്ന് പറയും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് കിസ് എന്നായിരുന്നു എന്ന് ചോദിക്കും. അപ്പം സേഗി പറയുന്നത് സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഡോജെ ഇടയ്ക്ക് കയറി പറയും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അവക്കത് സങ്കടമാവും. ഇപ്പം മനഃപൂർവ്വം അത് അക്നോളജ് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്താനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളൊരു ഇമ്പ്രഷനാണ് അവൾക്ക് കിട്ടുന്നത്. അപ്പം ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ലേഡി എടുത്ത് ഡോജെ ഉടനെ ചോദിക്കും, ഞാൻ പറഞ്ഞല്ലോ അതിലില്ലാത്ത ഒരു ചോദ്യം പോലും വരരുതെന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ, ഇന്റർവ്യൂ ഇവിടെ വെച്ച് നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഇവളെയും വിളിച്ചുകൊണ്ട് പോകും. ഡോജയാണ് സേഗി വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. എന്നെ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്കും കൊണ്ടുവിടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എന്ന് സേഗി പറയുമ്പോൾ അതല്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഡോജെ പറയും. ഓ ശരിയാണല്ലോ, ഇയാൾ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണല്ലോ, ഇയാളെല്ലാം ബിസിനസ് കണ്ണിലൂടെയാണല്ലോ കാണുന്നത്, അത് ഞാൻ മറന്നുപോയി. ശരിയാണ്, ഇയാൾ ഇന്നും നന്നായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത് എന്നിങ്ങനെ പറയാം. അപ്പോൾ ഇവർക്ക് എന്താ ദേഷ്യം ഉണ്ടെന്ന് അവന് മനസ്സിലാവും. അപ്പോൾ അടുത്ത ദിവസം ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അടുത്ത ദിവസം ഫ്രീ അല്ല. അപ്പം അതിൻ്റെ അടുത്ത ദിവസവും അങ്ങനെ കുറേ ദിവസം ചോദിക്കുമ്പോൾ ഇനി കുറേ നാളത്തേക്ക് ഞാൻ ഫ്രീ അല്ല, എനിക്ക് ഷൂട്ട് ഉണ്ടെന്ന് ഇവള് പറയും. ഇവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇവൾ എന്നിട്ട് തിരിച്ചു ചോദിക്കും, എന്നാണ് നമ്മുടെ ഈ ആക്ട് നിർത്താൻ പറ്റുന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കോൺട്രാക്ട് നിർത്തിയിട്ട് ഈ ആക്ട് നിർത്തണം, എനിക്കിത് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അകത്ത് വന്നിട്ട് ഇവർക്ക് ആകെ ദേഷ്യമാണ്. ആ ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യവും ഇവൻ പറഞ്ഞ മറുപടി എല്ലാം ആലോചിച്ച് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഡോജെ തിരിച്ചു വന്ന് ബെല്ലടിക്കും.
ഇവിടെ ചെന്നിട്ട് ചോദിക്കുക എന്താണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഇയാൾക്ക് ദേഷ്യമാണെന്ന് എനിക്കറിയാം, ഇയാൾക്ക് കേൾക്കേണ്ടത് എന്താണെന്നും അറിയാം, പക്ഷേ എനിക്ക് അപ്പോളജൈസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയി, എനിക്ക് എന്താണ് എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ഇയാൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇവള് വാതിലടയ്ക്കും. എന്നിട്ട് അകത്ത് പോയിരുന്ന കാര്യം ഡോജെ തിരിച്ച് ഈ ദേഷ്യത്തിന് എന്നിട്ട് അവരുടെ കോൺട്രാക്ട് വലിച്ചു കീറിക്കളയും. ഡയറക്ടർ ലീയുടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകാനായിട്ട് തുടങ്ങുകയാണ് ഭൂമിയും സേകിയും. ഭൂമി എന്തിനാ സേകി കണ്ടിട്ട് ചോദിക്കും ഇന്നലെ രാത്രി മുഴുവൻ കരയുമായിരുന്നു എന്ന്. അപ്പോൾ അവൾക്ക് സംശയമാവും ഭൂമിക്ക് എന്തുമാത്രം കാര്യങ്ങൾ അറിയാം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാം അറിയാം, പിന്നെ ഞാൻ പ്രിറ്റൻഡ് ചെയ്യുന്നതാണൊന്നും അറിയാത്തതായിട്ടെന്ന് ഭൂമി പറയും. അന്നേരം ഇൻഹോയുടെ ഒരു മെസ്സേജ് വരും. ആ ന്യൂസ് അനുസരിച്ച് ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറുടെ പുതിയ സിനിമയിൽ ഒരു സീനിയർ ആക്ട്രസും ജൂനിയർ ആക്ട്രസും ഒന്നിച്ച് അഭിനയിക്കുകയാണ്. ലീഡ് റോൾ ചെയ്യുന്നത് ഈ ജൂനിയർ ആക്ട്രസ് ആണ്. അതിന്റെ അസൂയ കാരണം സീനിയർ ആക്ട്രസ് അവർ ചൂസ് ചെയ്ത ഡ്രസ്സ് എല്ലാം മാറ്റാനായിട്ട് പറഞ്ഞേക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ് വന്നേക്കുന്നത്. അപ്പോൾ യൂറി മനഃപൂർവ്വം ചെയ്തതാണെന്ന് സേയ്ക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ന്യൂസ് ഒക്കെ കൊടുക്കുന്നതാണ്. കൃത്യമായിട്ട് അവർ പേരുകൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അറിയാവുന്നവർക്ക് മനസ്സിലാവും, മേ ബി എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇവക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതിനെക്കാട്ടിൽ ദേഷ്യം ഭൂമിക്കാണ്. ഇഷ്ടമില്ലാഞ്ഞിട്ടും ഡയറക്ടർ കിമ്മിന്റെയും അങ്ങനെയുള്ള ബാക്കി ഒഫീഷ്യൽസിന്റെയും ഗ്രാൻഡ് ഫാദറിന്റെയും കൂടെ ഗോൾഫ് കളിക്കാനായിട്ട് ഡോജിക്ക് പോകേണ്ടി വരും. അപ്പം ഗ്രാൻഡ് ഫാദർ അറിഞ്ഞിട്ടില്ല സേഗിയായിട്ടുള്ള റിലേഷൻ. വല്ലപ്പോഴും ഒക്കെ ഇന്റർനെറ്റ് ഒക്കെ നോക്കാനായിട്ട് പഠിക്കണം എന്ന് ഡോജെ ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കും. അതിനുശേഷം ഡയറക്ടർ കിം എല്ലാം കൂടി ഡോജെ മീറ്റ് ചെയ്യണം എന്ന് പറയും. അറിഞ്ഞായിരുന്നോ ബാക്കിയുള്ള എയർലൈൻസിന്റെ റെപ്രസെന്റേറ്റീവ്സ് എല്ലാം കൂടുമ്പോൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ മീറ്റിങ്ങിനൊന്നും. കഴിഞ്ഞ മീറ്റിങ്ങിൽ സേറ വന്നു, ആ പെൺകുട്ടിയെ കണ്ടു പഠിക്കണം, അതുപോലെയൊക്കെ എന്നാ അംബീഷ്യസ് ആയിക്കൂടെ ഡോജയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കും. ഡോജെ തിരിച്ചു പറയും, ഒരു ഓണറുടെ ഫാമിലിയിലെ മെമ്പറിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ കുറച്ച് റെസ്പെക്റ്റോട് കൂടി അഡ്രസ്സ് ചെയ്യണം. സേറ നിങ്ങളെ പേരാണ് എടുത്ത് വിളിച്ചത്, മിസ് എന്ന് ചേർത്ത് വേണം നിങ്ങൾ വിളിക്കേണ്ടിയിരുന്നത്. നിങ്ങളുടെ ലെവലിലുള്ള ഒരാൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു വ്യക്തിയല്ല സേറ. അതുകൊണ്ട് നിങ്ങൾ മിസ് ചേർത്ത് തന്നെ വേണം സേറയെ വിളിക്കാനായിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ജ്യൂസ് എടുത്തിട്ട് ഇയാളുടെ തലയിൽ കൂടി ഒഴിക്കാനായിട്ട് പോകും. അപ്പം ഇയാളെ എങ്ങനെ പേടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ സേറ ആയിരുന്നെങ്കിൽ ഈ ഗ്ലാസ് എടുത്ത് ഇയാളുടെ തലയ്ക്കെറിഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ഡോജെ പോകുന്നത്. അപ്പം ടീമിലെ എല്ലാവരും, ആ ഫിലിമിൽ അഭിനയിക്കുന്ന എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. അവർ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്, റിഹേഴ്സൽ ചെയ്ത് നോക്കുകയാണ്. മനഃപൂർവ്വം സേഗിയായിട്ടുള്ള സീൻ വരുമ്പോൾ യൂറി ആണെങ്കിൽ എനിക്ക് റെസ്റ്റ് റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പോകും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും ചോദിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് പറയും. മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് സേഗിയെ. ഇവർ വേറെ സ്ഥലത്താണ് ഷൂട്ടിങ്ങിന് വന്നേക്കുന്നത്, അതുകൊണ്ട് പട്ടിക്കുട്ടിയെ നോക്കണമെങ്കിൽ ഇൻഹോ മാത്രമേ ഉള്ളൂ. അപ്പം അതിനെ നോക്കിക്കോണമെന്ന് സേഗി ഇവനെ വിളിച്ച് പറയും. എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഓണറുടെ കൂടെയാണ്, അവിടുത്തെ സ്ലേവിനെ പോലെ എല്ലാ ജോലിയും ചെയ്ത് അവിടെ ജീവിക്കുകയാണെന്ന് ഇൻഹോ പറയും. പക്ഷെ എവിടെയാണെന്ന് മാത്രം പറയത്തില്ല. അങ്ങനെയാണ് സേറ കോഫി വാങ്ങിക്കാനായിട്ട് ആ കഫേയിലേക്ക് വരുന്നത്. അപ്പം ഇവന് ഒരു ഐഡിയ തോന്നും, എന്തായാലും സേഗിയുടെ പട്ടിക്കുട്ടിയെ നോക്കിയേ പറ്റത്തുള്ളൂ, ഇവൻ താമസിക്കുന്നിടത്ത് കൊണ്ടുചെന്നേ പറ്റത്തുള്ളൂ. സേറയുടെ അവൻ ചോദിക്കും, പട്ടിക്കുട്ടികളെ ഇഷ്ടമാണോ? നല്ല ആളുകൾക്ക് പട്ടിക്കുട്ടികളെ ഇഷ്ടമാണ്, ഇയാൾക്കും ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. എയർലൈൻസിന്റെ ആൾക്കാർ വീണ്ടും അടുത്ത മീറ്റിംഗ് കൂടി. ഇപ്രാവശ്യം അവരെ എന്റർടൈൻ ചെയ്യാനായിട്ട് പുതിയൊരു ആക്ട്രസിനെയാണ് വിളിച്ചു വരുത്തിയേക്കുന്നത്. അവിടേക്ക് ഡോജെ വരും. ഇത്രയും നാൾ ഞങ്ങൾ വിളിച്ചിട്ട് വന്നില്ലല്ലോ, ഇന്ന് എന്താണ് വരാനായിട്ട് കാരണം എന്ന് അവർ ചോദിക്കുന്നുണ്ടേ. ഇന്ന് എനിക്ക് വരണം എന്ന് തോന്നി, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വൈൻ ഒഴിച്ചു കൊടുക്കാനെന്ന വ്യാജേന ഒരു ഗ്ലാസ് നീക്കി വെച്ചിട്ട് അവിടെ ഇരുന്ന വൈൻ മുഴുവൻ അതിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇതിനു മുമ്പ് ഞാൻ വരാത്തതിന്റെ കണക്കും ഇനി വരാനിരിക്കുന്നതിന്റെ കണക്കും എല്ലാം ഇതിൽ തീർന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നെയും സേറയൊന്നും കിട്ടത്തില്ല, ഞങ്ങൾക്ക് ഇതുപോലെ വേസ്റ്റ് ചെയ്യാനായിട്ട് സമയമില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചേക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്തിനാണ് സേഗിയുടെ പട്ടിക്കുട്ടി ഇവിടെ കൊണ്ടുവന്ന് നോക്കുന്നതെന്ന് സേറ ചോദിക്കും. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് സേഗിയുടെ ആണെന്ന്. അന്നേരം ആരോ ബെല്ലടിക്കും. ഇയാളെ വേറെ ആൾക്കാരെ വിളിച്ചു വരുത്തിയോ? എനിക്കെന്തായാലും വരാനായിട്ട് ഗസ്റ്റ് ഒന്നുമില്ല, എനിക്കങ്ങനെ കൂട്ടുകാരൊന്നുമില്ല എന്ന് സേറ പറയും. ഇൻഹോ ചെന്ന് നോക്കിയിട്ട് പറയും, ഇയാളുടെ ചേട്ടനാണെന്ന്. ചേട്ടനോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ ചേട്ടൻ എന്ന് പറയും. ഇവിടെ ഓടി വന്ന് നോക്കുമ്പോൾ ഡോജയാണ്. അപ്പം ഇൻഹോ എടുത്ത് പട്ടിക്കുട്ടിയെ കൊണ്ട് അകത്ത് പോയി ഒളിച്ചു നിൽക്കാനായിട്ട് പറയും. എനിക്കൊരു കുറ്റസമ്മതം നടത്താനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഡോജെ വരുന്നത്. ഇവനെ വീടിനകത്തേക്ക് കയറാനായിട്ട് സേറ സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നീ എന്തായാലും ദേഷ്യപ്പെടും, അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ അകത്തേക്ക് വരും. ആ മീറ്റിങ്ങിന് നീ പോയെന്ന് അറിഞ്ഞു, ഞാൻ അവരോട് പോയി നിനക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയും. ഇയാൾ ആരാ എനിക്ക് വേണ്ടി സംസാരിക്കാനെന്ന് പറഞ്ഞേ സേറ തിരിച്ചു ചോദിക്കും.
അന്നേരമാണ് നമുക്ക് ഡയറക്ടർ കിമ്മിന്റെ കോള് വരുന്നത്. അവളത് ലൗഡ് സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത്. കിം ഇവളോട് ചോദിക്കുന്നത്, ഇയാൾ എന്ത് സ്വഭാവമാണോ, ഇയാൾ ഉടനെ ചെന്നിട്ട് എന്തിനാ ചേട്ടനോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്, കൊച്ചു കുട്ടിയാണോ? ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യമാവും. എടോ, ഇയാൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതമാണല്ലേ ജീവിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ, ഇയാൾക്ക് ഒട്ടും വിവരമില്ല. എപ്പോഴെങ്കിലും തനിക്ക് കുറച്ചെങ്കിലും വിവരം വെക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതങ്ങനെ അതിനൊന്നും സമയം കാണത്തില്ലല്ലോ അല്ലേ നിങ്ങൾ തിരിച്ചു ചോദിക്കും. അയാളൊരുമാതിരി കളിയൊക്കെയാണ് സംസാരിക്കുന്നത് മനസ്സിലാവുമ്പോൾ അയാൾക്ക് ദേഷ്യമാവും. ഞാൻ മനുഷ്യരോടെ സംസാരിക്കാറുള്ളൂ, ഇതുപോലെ കുറയ്ക്കുന്ന മൃഗങ്ങളോട് സംസാരിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് ഫോൺ കട്ട് ചെയ്യും. ഡോജയ്ക്ക് സന്തോഷമാവും. കാരണം അവള് കൊടുക്കേണ്ടത് നല്ലതായിട്ട് കൊടുത്തല്ലോ. അപ്പൊ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയാം, അന്നേരം ഞാൻ സംസാരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് മിണ്ടാതിരുന്നതെന്ന് സാർ ഇവനോട് പറയും. ഞാൻ ഒരു മൂത്ത ചേട്ടൻ എന്ന നിലയിലാണ് നിനക്ക് വേണ്ടിയിട്ട് അവിടെ പോയി സംസാരിച്ചത്. കാരണം നീ ബാക്കി ആരുടെ തോൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഡോജെ പറയുന്നുണ്ടേ. എന്ന് മുതലാണ് ഇയാൾ എൻ്റെ ചേട്ടനായതെന്ന് ചോദിക്കും. ഏകദേശം 10 കൊല്ലം ആയെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഇവൻ തിരിച്ചു പറയും. അന്നേരം അകത്തു നിന്ന് സെഗിയുടെ പട്ടിക്കുട്ടി കുരയ്ക്കുന്നത്. അതിൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാനൊക്കെ ഇൻഹോ പറയുന്നുണ്ട്, പക്ഷെ അത് കുരയ്ക്കും. അകത്ത് ആളുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേന് ആരും ഇല്ലാന്ന് ഇവള് പറയും. പക്ഷെ ആളുണ്ടെന്ന് ഡോജിക്ക് മനസ്സിലാവും. അപ്പൊ എന്നോട് നന്ദി പറയണമെന്നുണ്ടെങ്കിൽ പിന്നീട് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ആളില്ലാത്തപ്പോൾ വിളിച്ചാൽ മതി. പിന്നെ ആ ആളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം, പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പോകുന്നത്. ഒരു കാര്യമില്ലാതെ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് സേറ വന്നിരിക്കുമ്പോഴത്തേക്കിനും ഇൻഹോ അകത്തുനിന്ന് വന്ന് സോറി പറയും. സേഗി നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഡയറക്ടർ ലീ അവിടെ കൂടെ വരും. എന്നിട്ട് എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കും. അവള് സ്ക്രിപ്റ്റ് റീഡിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാറില്ല, സെൻസിറ്റീവ് ആണ്, അത് ഡയറക്ടർക്ക് അറിയാം. ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല എന്ന് അവൾ പറയുമ്പോഴത്തേക്കും പണ്ടത്തെ പോലെ തന്നെയാണല്ലോ, ഇയാൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ, ഞാൻ അറിഞ്ഞത് ഇങ്ങനെയല്ല എന്ന് ഡയറക്ടർ പറയും. ഉടനെ ഇവിടെ ചോദിക്കും, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് യൂറിയെ ഇതിലേക്ക് സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും യൂറി ഇയാളെ പോലെയാണ്, എന്നാൽ നേരെ ഓപ്പോസിറ്റും ആണെന്ന് പറയും. അപ്പൊ ഇവർക്ക് മനസ്സിലാകത്തില്ല. ഇയാള് സ്വന്തമായിട്ട് സ്നേഹിക്കുന്നില്ല, യൂറി ആവശ്യത്തിൽ കൂടുതൽ സ്വന്തമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ അവളെ സെലക്ട് ചെയ്തത്. അവൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നമുക്ക് ഷൂട്ട് തീർക്കണ്ടേ, എങ്ങനെയെങ്കിലും ഒത്തുപോകാനായിട്ട് നോക്കണം. പിന്നെ സേഗി സ്വന്തമായിട്ട് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കണം, അതല്ലെങ്കിൽ സേഗിയെ സ്നേഹിക്കാനായിട്ട് ആരെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡയറക്ടർ ലീ തിരിച്ചു പോകുന്നത്. പ്രൊഡക്ഷൻ സ്റ്റാഫിന്റെ കൂടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറി. അവരാണെങ്കിൽ പല രീതിക്ക് ഇവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം, അങ്ങോട്ട് പോസ് ചെയ്യും ഇങ്ങോട്ട് പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് സേഗി വരുന്നത്. അവൾക്ക് ദേഷ്യം വന്നിട്ട് നേരെ വന്നിട്ട് ഒരു സോജു കുപ്പി എടുത്ത് ഫുൾ അങ്ങ് കുടിച്ചു തീർക്കും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാനായിട്ട് പറയും. അപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. അവൾ അവിടുന്ന് തിരിച്ചു പോകും. അപ്പം ഒന്നും കഴിക്കാതെയാണ് സോജു കുടിച്ചേക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നും. അന്നേരമാണ് അമ്മയുടെ കോള് വരുന്നത്. ഡോജയായിട്ടുള്ള റിലേഷനിലൊക്കെ ആണ് അങ്ങനെയൊക്കെ ന്യൂസൊക്കെ കണ്ടു അമ്മ. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വിളിക്കുന്നത്. പക്ഷെ അവൾ കുടിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. അവൾ അമ്മയോട് ചോദിക്കുന്നത് അച്ഛനുമായിട്ട് ഡേറ്റ് ചെയ്തിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നാണ്. നിന്റെ അച്ഛൻ എവിടുന്നോ പെട്ടെന്ന് വന്നു, എൻ്റെ മുമ്പിൽ വന്നു, ഞങ്ങൾ പരിചയത്തിലായി, സ്നേഹത്തിലായി, അത്രയും വേഗത്തിൽ തന്നെ അച്ഛൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു എന്ന് അമ്മ പറയും. അപ്പൊ അതെന്ത് കഷ്ടമാണല്ലേ ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് അതിലും മോശമായ കാര്യമാണ് നമ്മൾ സ്നേഹത്തിലാവുക എന്നിട്ടൊന്നും പറയാതെ അപ്രത്യക്ഷമാവുക എന്ന് പറയും. അപ്പൊ അത് ശരിയാണെന്ന് ഇവള് പറയുന്നുണ്ടേ. ഇവളും ഡോജയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അമ്മയ്ക്ക് മനസ്സിലാവുന്നത്. അമ്മ ന്യൂസ് എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ഹാപ്പിയാണെന്ന് ഇവള് പറയും. സേഗി എന്നിട്ട് ഡോജയെ വിളിക്കും. ഇയാൾക്ക് എന്നെ ഒന്ന് വിളിച്ച് നോക്കിക്കൂടെ, എന്തുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഷൂട്ടിങ്ങിന് പോവാണെന്നല്ലേ പറഞ്ഞത്, കുറേ ദിവസത്തേക്ക് ഇനി ബിസി ആയിരിക്കും എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് വിളിക്കാനാണെന്ന് ഡോജെ പറയും. അങ്ങനെയാണോ ചെയ്യേണ്ടത്, എങ്ങനെയാണെങ്കിലും എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് നോക്കുമല്ലേ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് കരയാനായിട്ട് തുടങ്ങും. അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാൻ ഒരുപാട് ദൂരെയാണ്, ഇയാൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെക്കാനായിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും യൂറി വന്നിട്ട് ഇവളുടെ കയ്യിൽ പിടിക്കും. അങ്ങനെ ഫോൺ താഴെ പോകും. ഇവള് ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ യൂറി സമ്മതിക്കത്തില്ല. എന്തിനാണ് അവിടെ വന്നിട്ട് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. ഇവക്കാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല. സേയിക്ക് തല കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ സംസാരിക്കാനുള്ള മൂഡില്ല, ഇയാൾ ചെല്ല് പിന്നെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇയാൾ എന്തിനാണ് അവിടെ വന്നിട്ട് അത് ചെയ്തതെന്ന് ഇവള് വീണ്ടും ചോദിക്കും. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇയാൾ അവിടെ കംഫർട്ടബിൾ ആയിരുന്നോ എന്ന് സേയി ചോദിക്കും. ആ, ഞാൻ ആയിരുന്നു എന്ന് ഇവള് തിരിച്ചു പറയും.
ഒരു ലീഡ് ആക്ട്രസ് ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റാഫ് ബാക്കിയുള്ളവരോടും ഇങ്ങനെ തന്നെയായിരിക്കും പെരുമാറുന്നത്. ബാക്കി അവർ വേറെ എവിടെയെങ്കിലും വേറെ ഒരു ഡ്രാമയുടെ ഷൂട്ടിങ്ങിന് പോയാലും ഇയാൾ ചെയ്തത് കാരണം ബാക്കിയുള്ളവർ സഫർ ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് സെഗി തിരിച്ചു ചോദിക്കും. ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്നുടനെ യൂറി തിരിച്ചു ചോദിക്കും. കോള് കട്ടായതുകൊണ്ട് ഡോജെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് സെഗിക്ക് കേൾക്കാം. അത് തറയെ വീണ് പോയി. അപ്പോൾ അത് എന്ത് ചെയ്ത് നോക്കിയിട്ട് അവൾ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. യൂറി പക്ഷെ സമ്മതിക്കുന്നില്ല. ഇവക്ക് തല കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മാറി നിൽക്ക്, നമുക്ക് ബാക്കി നാളെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ യൂറി ശ്രദ്ധിക്കുന്നില്ല. അന്നേരത്തേക്ക് സെഗി ബോധം കെട്ട് താഴെ വീഴും. ഇവളാദ്യം വിചാരിക്കുന്നത് ആക്ട് ചെയ്യുകയാണെന്നാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെഗിക്ക് ബോധമില്ല, അനങ്ങുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ആംബുലൻസ് വിളിക്കും. കണ്ണു തുറക്കുന്നുണ്ടെ സെഗി ഹോസ്പിറ്റലിലാണ്. ഭൂമി അടുത്തുണ്ട്. വെറും വയറ്റിൽ സൂചി കുടിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഭൂമി അവളെ വഴക്ക് പറയും. അന്നേരം ഡോജെ അവിടേക്ക് വരും. ആരാണ് വിളിച്ചു വരുത്തിയത്, എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞിട്ട് സെഗി അവിടുന്ന് എഴുന്നേറ്റ് പോകും. അപ്പോൾ ഭൂമി പുറകെ ചെല്ലാനായിട്ട് തുടങ്ങുമ്പോൾ വേണ്ട, ഞാൻ പോകാമെന്ന് ഡോജെ പറയും. ഡോജെ സെഗിയുടെ പുറകെ ചെല്ലുമ്പോൾ ഞാനല്ല എന്ന് അവൾ പറയുന്നുണ്ട്. എനിക്ക് ഇയാളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നാണ് ഡോജെ പറയുന്നത്. എനിക്കിത് മതിയായി, ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല, നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താമെന്ന് സെഗി പറയുന്ന ഉടനെ തന്നെ യൂഹനെ വിളിച്ചിട്ട് ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് ന്യൂസ് കൊടുത്തോളാൻ ഡോജെ പറയും. ഇത് കാണുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും. ഇയാൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണം? എനിക്ക് ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്. എനിക്കിത് നേരത്തെ പരിചയമില്ല. ഇയാളുടെ മുഖം നോക്കി എനിക്കിത് മനസ്സിലാക്കാനുള്ള കഴിവുമില്ല. കാരണം എനിക്ക് കാണാനായിട്ട് പറ്റത്തില്ല. എനിക്ക് പരിചയമില്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഊഹിച്ച് ബിഹേവ് ചെയ്യാൻ എനിക്കറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഇയാൾ പറയുന്നത്. എനിക്ക് സോറി പറയാൻ ഉദ്ദേശമില്ല. പിന്നെ ഞാൻ പറയേണ്ടത് ഇയാളെ ഇഷ്ടമാണെന്നാണ്. അത് പറയാൻ എനിക്ക് പറ്റത്തില്ല, കാരണം എനിക്ക് അതിനുള്ള അവകാശമില്ല. ഈ കണ്ടീഷൻ ആയതിൽ പിന്നെ ആരെങ്കിലും എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. ഞാൻ ആകെ മെസ്ഡപ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇയാളോട് അതെങ്ങനെ പറയും? അതിൽ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള എന്നെ ഇയാൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ഡോജെ ചോദിക്കും. അന്നേരമാണ് അവൻ എത്ര സിൻസിയർ ആണെന്ന് സെയ്ക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ റിലേഷന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്മാറാനായിട്ട് പറ്റത്തില്ല. കാരണം രണ്ടുപേരും ഒരുപാട് കാലത്തേക്ക് അത് ഓർക്കുമെന്ന് ഡോജെ പറയും. അപ്പോൾ സെയ്ക്ക് പറയുന്നത് എനിക്കെന്തായാലും അത് അങ്ങനെ തന്നെയാണ്. കാരണം മരണം വരെ ഇനി ഞാനിത് മറക്കാൻ പോകുന്നില്ല. എന്നെ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്ത ഒരാൾ ഇയാളാണെന്ന് പറയും. ഉറപ്പാണോ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ പറ്റി, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഇയാൾക്ക് ഉറപ്പുണ്ടോ എന്ന് വീണ്ടും ഡോജെ ചോദിക്കുമ്പോഴത്തേക്കിനും ഉറപ്പാണ്, ഇയാളത് പറഞ്ഞോളൂ എന്നാണ് സെഗി പറയുന്നത്. പക്ഷെ ഇതുവരെ പറഞ്ഞതെല്ലാം സിൻസിയർ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്ന് സെഗി ഡോജെ അടുത്ത് ആവശ്യപ്പെടും. അന്നേരം ഡോജെ സെഗിയെ കിസ് ചെയ്യും.